അഹമ്മദാബാദ് ഖേദ. ഇനി അതിനുശേഷം നടത്തിയ പ്രധാനപ്പെട്ട 3 സമരങ്ങൾ. 7ാം ക്ലാസ്സിലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യ പുതുയുഗത്തിലേക്ക് തന്നെയാണ് ആ ചാപ്റ്ററിൽ വരുന്നത്. ഫുൾ ആ ഒരു ടോപ്പിക് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. LDC ലിസ്റ്റിൽ ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കാം. ഡൗൺലോഡ് CC ആപ്പ്, ചേഞ്ച് യുവർ കരിയർ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ പഠിക്കേണ്ട സമയങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം CPO WCPOന്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു, അതെല്ലാവരും അപേക്ഷിച്ച് കാണും. ഇനി അത് മെയ് ഒക്കെ ആകുമ്പോഴത്തേനും എന്തായാലും എക്സാം ഉണ്ടാകും. ഒരു ജൂലൈ മെയ് ഒക്കെ ആകുമ്പോഴത്തേനും എന്തായാലും എക്സാംസ് എന്തായാലും ഉറപ്പായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പഠിക്കാം, അതായത് മെയിൻ PSC എക്സാംസുകളെല്ലാം മെയിനായിട്ട് പഠിക്കാനുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ SCERT ചാപ്റ്റേഴ്സ് ആണ്. അതായത് 5ാം ക്ലാസ് മുതലുള്ള 12ാം ക്ലാസ് വരെയുള്ള SCERT ചാപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ആ സിലബസ് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ പലർക്കും അതിൽ നിന്ന് ഒരു എളുപ്പമല്ല, ചില ആളുകൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസ് ഏരിയ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഹിസ്റ്ററി വർഷങ്ങൾ മാറിപ്പോകും, സംഭവങ്ങൾ മാറിപ്പോകും, ഒരുപാട് ആളുകളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ആ ഒരു നിങ്ങളുടെ CPO WCPOയിൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? SCERT ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ എന്തെല്ലാം പോർഷൻസുകളാണ് കവർ ചെയ്ത് പോകേണ്ടത്, ഏതെല്ലാം ക്ലാസ്സുകളിലെ ആ ഒരു ടെക്സ്റ്റുകളാണ് എടുക്കേണ്ടത് എന്നാണ് നമ്മളിന്ന് പറയുന്നത്. നോക്കിക്കോളാം, ഇന്ത്യൻ ഹിസ്റ്ററി ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് നോക്കിക്കോളുക ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ക്ലാസ് 7 അല്ലെ, ചാപ്റ്റർ 2 കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. അപ്പൊ ആ ഒരു പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലെ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുമ്പോൾ ആരാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് വന്നത്? ഫസ്റ്റ് വന്നത് എന്താണ്? പോർച്ചുഗീസുകാർ തൊട്ട് നമ്മളിവിടെ പഠിക്കും. കേരളത്തിലെ ചരിത്രം തൊട്ട് നമ്മൾ പഠിക്കും. ഇന്ത്യ ചരിത്രം ആയതുകൊണ്ട് കേരളം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കണം. അപ്പോൾ പോർച്ചുഗീസുകാർ തൊട്ട് നമ്മളിവിടെ പഠിക്കും. അതുപോലെ തന്നെ ഡച്ചുകാർ പഠിക്കും, ഇംഗ്ലീഷുകാർ പഠിക്കും, ഓർ ബ്രിട്ടീഷുകാർ. ഇനി അതുപോലെ തന്നെ ഫ്രഞ്ചുകാരും പഠിക്കും, ഫ്രഞ്ചുകാരും പഠിക്കും. ഇനി അതുപോലെ തന്നെ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ, കച്ചവട മത്സരങ്ങൾ അതും ഇവിടെ പഠിക്കും. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരുമായിട്ടും അങ്ങനെ നടന്ന ആ ഒരു മത്സരങ്ങൾ എന്തൊക്കെയാണ്, അവിടെ ഇന്ത്യയിൽ ഏതൊക്കെയാണ് അവരുടെ സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള ആ ഒരു കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദയം, അതും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദയം മുതൽ നമ്മളിവിടെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ നമുക്കൊരു ബേസ് കിട്ടാനായിട്ട് നമ്മൾ ചെറുതിലേ തൊട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് തന്നെ വേണം നമ്മൾ തുടങ്ങാൻ. അതുകൊണ്ടാണ് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്റർ തന്നെ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ചാപ്റ്ററിന്റെ പേര്? കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. അപ്പോൾ നമ്മളിവിടെ ആദ്യമേ തൊട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഏതാണ്? പോർച്ചുഗീസുകാരെ പറ്റി പഠിക്കും, ഡച്ചുകാരെ പറ്റി പഠിക്കും, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരെ പറ്റി പഠിക്കും, അതുപോലെ തന്നെ ഫ്രഞ്ചുകാരെ പറ്റി പഠിക്കും, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി പഠിക്കും. അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട് നടന്ന എങ്ങനെയൊക്കെയാണ് ആ ഒരു കച്ചവട മത്സരങ്ങൾ എന്തൊക്കെയായിരുന്നു, അവിടെ അധികാരങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവർ ഇന്ത്യയിൽ ചെയ്തത് എന്നടക്കം നമ്മളിവിടെ പഠിച്ചു പോകുന്നുണ്ട്. ഇനി 7ാം ക്ലാസ്സിൽ തന്നെ അടുത്ത ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ ആണ്. നോക്കിക്കോളാം, ക്ലാസ് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? 1857 റിവോൾട്ട് ആണ് വരുന്നത്. 1857 റിവോൾട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സന്താൾ റിബല്യൻ, ഇതെല്ലാം നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ നെയ്ത്തുകാരുടെ അവസ്ഥ, ഇന്ത്യയിലെ നെയ്ത്തുകാരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഗോത്ര വിഭാഗക്കാരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 1857 ശേഷം ആ ഒരു ഇന്ത്യയുടെ ഭരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക് ആയി എന്നുള്ളത് വരെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോളാം. ചാപ്റ്ററിന്റെ പേര് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തു പോവുക. ഏതാണ്? ചാപ്റ്റർ 3 ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാം ക്ലാസ്സിലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ ആണ്
ഇന്ത്യ പുതുയുഗത്തിലേക്ക്. അപ്പൊ അത് ഓർക്കുക, ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ബോധത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ദേശീയ ബോധത്തിന്റെ ഉയർച്ച, അതുപോലെ തന്നെ ദേശീയ ഐക്യം രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വരുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പഠിക്കുന്നുണ്ട്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന നവോത്ഥാന നേതാക്കന്മാർ വിവേകാനന്ദൻ, അതുപോലെ തന്നെ ജ്യോതിറാവു ഫൂലെ, സ്വാമി ദയാനന്ദ സരസ്വതി, രാജാറാം മോഹൻ റോയ്, തുടങ്ങിയവരെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. അതായത് ആ ഒരു ദേശീയ ബോധം എങ്ങനെയാണ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, നവോത്ഥാനമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇവിടെ വരുന്ന മറ്റൊരു ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉദയമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉദയം എങ്ങനെയാണ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഹോം റൂൾ പ്രസ്ഥാനം, ഹോം റൂൾ മൂവ്മെന്റ് എന്തൊക്കെയാണ്. ഇനി അതുപോലെ തന്നെ ബംഗാൾ വിഭജനം, ആ കാലഘട്ടത്തിൽ നടന്ന ബംഗാൾ വിഭജനം, ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അത് ഓർക്കുക, എന്താണ് ചാപ്റ്റർ 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക്, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്സുകളാണ്, സംഭവങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്ലാസ് 7ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ 9 ആണ്. ഓർക്കുക, ചാപ്റ്റർ 9. അതിനകത്ത് വരുന്നത് ആ ചാപ്റ്ററിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്തായിരിക്കാം, ഗാന്ധിജിയെ പറ്റിയാണ് പറയുന്നത് അല്ലെ. ഗാന്ധിജിയുടെ ഉദയം എങ്ങനെയാണ്, ഇന്ത്യയിലേക്കുള്ള വരവ്, അതുപോലെ ആദ്യകാല സമരം, ഗാന്ധിജിയുടെ ആദ്യകാല സമരം, അതായത് ചമ്പാരൻ സത്യാഗ്രഹം, അതുപോലെ തന്നെ അഹമ്മദാബാദ്, ഖേദ, 3 പ്രധാനപ്പെട്ട സമരങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നോക്കിക്കോളാം, ഏതൊക്കെയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ, ചൗരി ചൗര സംഭവമായാലും അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹമൊക്കെ ആയാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മലബാർ കലാപം പഠിക്കാനുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാഗൻ ട്രാജഡി, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഗാന്ധിജിയുമായി വരുന്ന എല്ലാ കാര്യങ്ങളും, ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത് വർഷം മുതൽ, അതുപോലെ തന്നെ ഗാന്ധിജി ആദ്യമായിട്ട് നടത്തിയ സത്യാഗ്രഹങ്ങൾ, ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ, ഇനി അതിനുശേഷം നടത്തിയ പ്രധാനപ്പെട്ട 3 ആ ഒരു സമരങ്ങൾ, അതായത് വേൾഡ് വൈഡ് ആ ഒരു പ്രസിദ്ധി ആർജിച്ച 3 സമരങ്ങളാണ് നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകാനുണ്ട്. അപ്പോൾ ഓർക്കുക, 7ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് ഇതെല്ലാനും. ഇനി നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 7ലെ തൊട്ട്, ചെറുതിലെ തൊട്ട് പഠിച്ചിട്ട് ചെറിയ ക്ലാസ്സിലെ തൊട്ട് പഠിച്ചു തുടങ്ങാൻ നമുക്കൊരു ബേസ് ആയിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. എന്താണ് എന്നുള്ളത് നമുക്ക് ബേസ് ഇട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. നോക്കിക്കോളാം, ക്ലാസ് 10
ചാപ്റ്റർ 4 ആണ്, 4ാമത്തെ ചാപ്റ്റർ ആണ്. എന്താണ്? ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. അത് ഓർക്കുക. ഇവിടെ നമ്മൾ എന്താണ് 7ാം ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്, വളരെ ഡീപ്പായിട്ട് തന്നെ നമ്മൾ പഠിക്കും. അപ്പൊ എന്തൊക്കെയാണ് നോക്കിക്കേ, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. ഇവിടെയും എന്തൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്? അതായത് പോർച്ചുഗീസുകാരുടെ വരവ്, അതുപോലെ തന്നെ ഡച്ചുകാരുടെ വരവ്, ഇനി അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ വരവ്, ആദ്യകാല കലാപങ്ങൾ ഏതൊക്കെയാണ്, അതായത് ആ ഒരു ഇന്ത്യയിൽ നടന്ന ആദ്യകാല കലാപം, ഇൻക്ലൂഡ് കേരളത്തിൽ അടക്കം നടന്ന ആറ്റിങ്ങൽ കലാപം, അതുപോലെ തന്നെ പഴശ്ശിരാജ, കുറിച്യ റിവോൾട്ട്, വേലുത്തമ്പി ദളവ, ഇതെല്ലാം നമ്മളിവിടെ പഠിച്ചു പോകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ബ്രിട്ടീഷ് ചൂഷണ രീതികൾ എന്തൊക്കെയാണ്, ഇനി അതുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി അതുപോലെ തന്നെ ക്ലാസ് 10 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ, ഓക്കെ, 5ാമത്തെ ചാപ്റ്റർ അത് സംസ്കാരവും ദേശീയതയും. അത് ഓർത്ത് വയ്ക്കുക. 4 കഴിഞ്ഞ് 5ാമത്തെ നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതാണ് സംസ്കാരവും ദേശീയതയും എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ദേശീയത എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ദേശീയത. ഇനി ആ ദേശീയത എങ്ങനെ കലയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. കലയിൽ, അതുപോലെ തന്നെ സാഹിത്യത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ദേശീയത കാണാൻ സാധിക്കുന്നത്, എന്തൊക്കെ കാണാൻ സാധിക്കും എന്നെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കേരളത്തിൽ അടക്കം ഇന്ത്യയിൽ മൊത്തത്തിൽ എന്താ ആ ഒരു സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, ഇനി ആ ഒരു റിനൈസൻസുമായി ബന്ധപ്പെട്ട് വരുന്ന നേതാക്കന്മാർ ഏതൊക്കെയാണ്, ശ്രീനാരായണ ഗുരു അടക്കം എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കലയിൽ വരുന്ന മാറ്റം എന്തൊക്കെയാണ്, സാഹിത്യത്തിൽ ഏതൊക്കെയാണ് ദേശീയത വന്നത്, ഇനി അതുപോലെ തന്നെ ബ്രിട്ടീഷ് ചൂഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് ചൂഷണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നോക്കിക്കോളാം, 10ാം ക്ലാസ്സിലെ തന്നെ 6ാമത്തെ ചാപ്റ്റർ ആണ്. 10ാം ക്ലാസ്സിലെ തന്നെ 6ാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും. സമരവും സ്വാതന്ത്ര്യവും ഓർക്കുക, 6ാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും. ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഇവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത് സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആ ഒരു കിട്ടിയത് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെ ത്യാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പഠിക്കാനുണ്ട്. ഇനി ആ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ പറ്റി നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ആദ്യ ഭരണഘടന എന്തൊക്കെയാണ്, ഭരണഘടന എങ്ങനെയാണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പൊതു തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഇതെല്ലാം 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് വന്നു പോകുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് 10ാം ക്ലാസ്സിലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ നോക്കിക്കേ, സ്വതന്ത്രാനന്തര ഇന്ത്യ. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ എന്തൊക്കെയാണ്, അവിടുത്തെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കലാകായികപരമായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ വാണിജ്യ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ വന്ന മാറ്റം, വാണിജ്യ സാമ്പത്തിക മേഖലയിൽ വന്ന മാറ്റങ്ങൾ, ഇതുപോലുള്ള ആ ഒരു ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്, അതായത് ശാസ്ത്ര സാങ്കേതികയിലടക്കം, അതുപോലെ തന്നെ വാണിജ്യം സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ, അതുപോലെ സാംസ്കാരികപരമായിട്ടുള്ള നേട്ടങ്ങൾ, ഇതെല്ലാം നമ്മളിവിടെ പഠിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശ നയം, അതായത് ഇവിടെ നമ്മൾ പഞ്ചശീല തത്വങ്ങൾ പഠിക്കും. ഇനി അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് എന്നെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പഠിക്കും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അത് ഓർക്കുക, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ എന്തെല്ലാം നേട്ടങ്ങളാണ് കൈവരിച്ചത് എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം 2024 മെയ് 11, 25 തീയതികളിൽ നടത്താനിരുന്ന CPO WCPOയുടെ
എക്സാംസ് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ജൂൺ 8, 29 തീയതികളിലാണ് 2024 ജൂൺ 8, 29 തീയതികളിലാണ് ഇനി ആ ഒരു CPO WCPO എക്സാംസ് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ഇരുന്ന് പഠിക്കണം. അപ്പോൾ നമുക്കിനി സമയമുണ്ട് അല്ലേ? അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ന്യൂ CPO WCPOയുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ചിട്ടയായ പഠനത്തിലൂടെയും ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഒരു 1 month കൊണ്ട് നമുക്ക് എങ്ങനെ, അതായത് മെയ്യിൽ നടത്താനിരുന്ന എക്സാം ജൂണിലാണ് നടക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ മാസം കൊണ്ട് ജൂണൊക്കെ ആകുമ്പോഴത്തേനും ടൈം ടേബിൾ ബേസ് ചെയ്ത് വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഫീച്ചേഴ്സ് നമുക്കറിയാം, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഫീച്ചേഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകളുണ്ട്, PDF നോട്ട് ഉണ്ട്, വീക്കിലി വരുന്ന എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ വീക്കിലി ലൈവ് ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാകും, അതുപോലെ തന്നെ ഫുൾ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ടുകൾ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും മടിക്കാതെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വീണ് കിട്ടുന്ന ഒരു അവസരമാണ് ഒരു ജൂണിലേക്കുള്ള ഒരു പരീക്ഷയുടെ മാറ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വീണ് കിട്ടുന്ന അവസരം നന്നായി തന്നെ വിനിയോഗിക്കുക, പാഴാക്കാതിരിക്കുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ആ എക്സാം പാസ്സാകാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോകാം. SCERT ചാപ്റ്റേഴ്സ് ഇനി പഠിക്കാനുള്ള SCERT ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് 12ാം ക്ലാസ്സിലെ, അതായത് നമ്മുടെ +2 ആ ഒരു SCERT ചാപ്റ്റേഴ്സ് ആണ്. ഇന്ത്യൻ ചരിത്രമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ 7ാം ക്ലാസ്സിലെ കണ്ടു, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ കണ്ടു. ഇനി 12ലേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങളിവിടെ പഠിക്കും. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ 7ഉം 8ഉം 10ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ബേസ് കിട്ടിയാണ് നമ്മൾ അവിടെ നിന്നേ പഠിച്ചു പോകുന്നത്. ഇനി അപ്പോൾ 12ലേക്ക് വരുമ്പോഴത്തേനും +2ലേക്ക് വരുമ്പോഴത്തേനും കുറച്ച് ഡീപ്പായിട്ട് നിങ്ങളിവിടെ പഠിക്കുന്നുണ്ട്. ഇതിനകത്ത് വരുന്നത് ചാപ്റ്റർ 10 നോക്കിക്കോളാം. 12ാം ക്ലാസ്സിലെ, അതായത് +2 ചാപ്റ്റർ 10 ആണ് കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും. അതാണ് വരുന്നത്, കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും. ഇവിടെ നിങ്ങൾ എന്ത് പഠിക്കും? കോളനി ഭരണം, ഇന്ത്യയിലെ ഒരു പോർച്ചുഗീസ് ഭരണം, അതുപോലെ തന്നെ ഡച്ച് ഭരണം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു വരവ്, അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങളിവിടെ പഠിക്കുക. ആ ഒരു ഭരണം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ആ ഒരു സന്താൾ വിഭാഗക്കാരുടെയൊക്കെ ആ ഒരു അടിച്ചമർത്തലൊക്കെ എങ്ങനെയായിരുന്നു, അവരെ എങ്ങനെയാണ് അടിച്ചമർത്തിയത്, പഹാരിയാസനെയൊക്കെ എങ്ങനെയാണ് അടിച്ചമർത്തിയത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിവിടെ പഠിക്കും. അതുപോലെ തന്നെ നിങ്ങളിവിടെ പഠിക്കുന്നത് എന്താണ്, അവർ നേരിടേണ്ടി വന്ന ആ ഒരു ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇവർ ഈ കോളനിയിൽ വൽക്കരണം പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ വന്നതെന്നൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ചതിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പഠിക്കും. ഇനി അതുപോലെ തന്നെ 12ാം ക്ലാസ്സിലെ ചാപ്റ്റർ 11, 10 കഴിഞ്ഞു, ഇനി 11 ഇവിടെ എന്താണ്, കലാപകാരികളും രാജ്യവും, 1857 കലാപവും അതിന്റെ ചിത്രീകരണങ്ങളും. ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് 1857 1857, അതായത് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിലെ ആ ഒരു കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിന്റെ റീസൺ എന്തൊക്കെയാണ് നമ്മൾ 7ലും 10ലൊക്കെ കണ്ടു. അതിന്റെ റീസൺ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കലാപവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വന്നത്, അതുപോലെ തന്നെ കലാപത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഈ ചാപ്റ്ററിൽ, അതായത് 11ാമത്തെ ചാപ്റ്ററിൽ 1857 റിവോൾട്ട് തന്നെയാണ് ആ ചാപ്റ്ററിൽ വരുന്നത്. ഫുൾ ആ ഒരു ടോപ്പിക്ക് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു 8ലെയും അതുപോലെ തന്നെ 7ലെയും 10ലെയൊക്കെ ആ ഒരു ചാപ്റ്ററിന് കുറച്ചുകൂടി ഡീപ്പായിട്ട് 1857 പഠിക്കാനുള്ളത് ഈ 11ാമത്തെ ചാപ്റ്ററാണ്. അതായത് 12ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററിലാണ് പഠിക്കാനുള്ളത്. ഫുൾ ആ ഒരു 1857 ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്തിട്ട് തന്നെയാണ് ഈ ചാപ്റ്റർ പോകുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം വേറെ എന്തൊക്കെയാണെന്ന്. ഇനി നെക്സ്റ്റ് 12ാമത്തെ ക്ലാസ്സിൽ തന്നെ ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്റർ അവിടെ കൊടുത്തിരിക്കുന്നത് മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും. ഇവിടെയും നമ്മൾ എന്ത് പഠിക്കും, അതായത് ഇന്റർനാഷണൽ കോൺഗ്രസിലേക്കും അതുപോലെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഉദയം പഠിക്കും. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ആ ഒരു ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതും, അതുപോലെ തന്നെ ആ ഒരു പ്രവർത്തനങ്ങൾ, അതായത് അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ, ചമ്പാരൻ, അതുപോലെ തന്നെ അഹമ്മദാബാദ് ഗേദ, അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി കൊണ്ടുവന്ന ആ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്, കിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇതെല്ലാം ഇവിടെ പഠിക്കും. ഉപ്പ് സത്യാഗ്രഹം അടക്കം നിങ്ങളിവിടെ പഠിക്കും. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മഹാത്മാഗാന്ധിയെ പറ്റി പറഞ്ഞു പോകുന്ന ഒരു ടോപ്പിക്കാണ്. അവിടെ ഈ 12ാമത്തെ ചാപ്റ്ററിൽ ഇത് തന്നെയാണ്, മഹാത്മാഗാന്ധി തന്നെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ സമരമാർഗങ്ങളും തന്നെയാണ് ഇവിടെ ആ ഒരു പറഞ്ഞു പോകുന്നത്. അപ്പോൾ വളരെ ഡീപ്പായിട്ട് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 12ാം ക്ലാസ്സിൽ തന്നെ ചാപ്റ്റർ 13ാമത്തെയാണ്. 13ാമത്തെ ഇവിടെ എന്താണ്, വിഭജനത്തെ മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ രാഷ്ട്രീയം, ഓർമ്മകൾ, അനുഭവങ്ങൾ. ഇവിടെ എന്താണ് വരുന്നത്? ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ ഇന്ത്യ വിഭജനം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, അതിലേക്ക് വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചർച്ചകൾ നടന്നു, അതുപോലെ തന്നെ എന്തെല്ലാം കരാറുകളിലാണ് ഒപ്പുവെച്ചത്, ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ഏതൊക്കെ നാട്ടുരാജ്യങ്ങൾ അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടു, അതുപോലെ തന്നെ ഏതൊക്കെ വിഭജിച്ചു പോയി എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ആ കാലഘട്ടത്തിൽ ആ ഒരു ഓർമ്മകൾ, അവരുമായി ബന്ധപ്പെട്ട ഓരോ ആളുകൾ, ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകളുടെ ഓർമ്മകൾ, എന്തെല്ലാം ത്യാഗങ്ങളാണ് അവർ കഴിച്ചത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, അവരുടെ അനുഭവങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ക്ലാസ് 12, അതായത് +2 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 12, അതായത് +2 ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയാലും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആയാലും അതുപോലെ തന്നെ 1815 റിവോൾട്ടൊക്കെ ആയാലും പഠിച്ചു പോകുന്നത്. അത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഓർക്കുക, ഇത്രയും പഠിക്കുകയാണെങ്കിൽ ആ ഒരു ഇന്ത്യ ചരിത്രം, ഇത്രയും ചാപ്റ്റർ, അതായത് 7ാം ക്ലാസ്സിലെ തൊട്ടുള്ള ആ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ത്യ ചരിത്രം കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? SCERT ചാപ്റ്റേഴ്സ് ആ ഒരു നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. നല്ല രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ എന്തൊക്കെയായാലും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ, അതായത് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ SCERT ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത്, മെയിനായിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസുകൾ, ആ ഒരു മോഡൽ എക്സാംസുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മടിക്കാതെ ജോയിൻ ചെയ്യുക, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക, വിജയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.